PFI ഭീകരവാദി ഭീമന്റെ വിട ജാഫറിന്റെ നിർണായക മൊഴി പുറത്ത്. ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് ജാഫറാണ്. PFIയുടെ ആസ്ഥാനമായ ഗ്രീൻ വാലി ഭീകരവാദ പരിശീലന കേന്ദ്രമെന്നും ജാഫർ NIAക്ക് മൊഴി നൽകി. മൊഴിയുടെ വിശദാംശങ്ങൾ ജനം TVക്ക് ലഭിച്ചു. വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ PFI ഭീകരവാദി ഭീമന്റെ വിട ജാഫറിന്റെ നിർണായക മൊഴി, അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? NIA എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്? ലക്ഷ്മി, PFIയുടെ പ്രധാന ആയുധ പരിശീലകനാണ്. കില്ലർ സ്ക്വാഡിനെ നിയന്ത്രിച്ചിരുന്ന ആളാണ് ഈ ഭീമന്റെ വിട ജാഫർ. അതുകൊണ്ട് തന്നെ ഭീമന്റെ വിട ജാഫറിനെ ചോദ്യം ചെയ്ത് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും സുപ്രധാനമാണ്. ഇത്തരത്തിൽ 10 ദിവസം ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ചതാണ് സുപ്രധാനമായ വിവരങ്ങൾ. അതായത് ആസൂത്രിതമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശ്രീനിവാസൻ വധക്കേസ്, പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ഉൾപ്പെട്ട ആളുകൾക്ക് പരിശീലനം നൽകിയത് ജാഫർ ആയിരുന്നു എന്ന് സമ്മതിക്കുകയാണ് ജാഫർ. കാരണം ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും PFIയുടെ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘാംഗങ്ങൾക്ക്, അതിന്റെ ക്രിമിനൽ സംഘങ്ങൾക്ക്, കൊലപാതക കില്ലർ സ്ക്വാഡുകൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി പ്രത്യേക ആയുധ പരിശീലകരുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള ആയുധ പരിശീലകരുണ്ടായിരുന്നത്. മൃഗങ്ങളെ അടക്കം വെട്ടിപ്പരിക്കേൽപ്പിച്ചുകൊണ്ട് ആയിരുന്നു, ക്രൂരമായി ആക്രമിച്ചുകൊണ്ടായിരുന്നു ഈ പരിശീലനങ്ങൾ രാത്രികാലങ്ങളിൽ അടക്കം നടത്തിയിരുന്നത്. അങ്ങനെ പരിശീലനം ലഭിച്ച ആളുകൾക്ക്, താൻ പരിശീലനം നൽകിയ ആളുകളാണ് ഈ കൃത്യം നടത്തിയത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഭീമന്റെ വിട ജാഫർ നടത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നായിരുന്നു ഭീമന്റെ വിട ജാഫർ പിടിയിലായത്. പിന്നീട് 10 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിനു ശേഷം 7-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പരിശീലനം നടത്തിയ സ്ഥലമാണ്. നേരത്തെ തന്നെ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഗ്രീൻ വാലി, മഞ്ചേരിയിലെ ഗ്രീൻ വാലിയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പരിശീലനം താൻ ഈ ഭീകരവാദികൾക്ക് നൽകിയത് എന്ന കാര്യമാണ് ഭീമന്റെ വിട ജാഫർ വ്യക്തമാക്കുന്നത്. ഈ പരിശീലനം അവിടെ വെച്ച് നൽകുകയായിരുന്നു. ഈ ഗ്രീൻ വാലിയിൽ വെച്ച് ഏതാണ്ട് 25 ഏക്കറോളം വിസ്തൃതമായ സ്ഥലമാണ്. നേരത്തെ തന്നെ അവിടെ ആയുധ പരിശീലനം നടത്തിയിരുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ വലിയ തോതിൽ ആയുധ സംഭരണം ഈ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. PFIയുടെ ആയുധ കേന്ദ്രങ്ങളിൽ നിരോധനത്തിന് ശേഷവും എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ രഹസ്യാന്വേഷണ വിഭാഗം അടക്കം യാതൊരു നടപടിയിലേക്കും സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കടന്നിരുന്നില്ല. ഇതിനിടയിലാണ് ദേശീയ അന്വേഷണ ഏജൻസി രാജ്യവിരുദ്ധ കേസുകൾ, PFIയുടെ രാജ്യവിരുദ്ധ കേസുകൾ അന്വേഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് PFIയെ നിരോധനത്തിലേക്ക് എത്തുകയും തുടർന്ന് അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ കണ്ടുകെട്ടുകയും എല്ലാം ചെയ്തത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട കണ്ടുകെട്ടിയ നടപടികൾ നേരിട്ടതിൽ പ്രധാനപ്പെട്ട ഒരു ഓഫീസായിരുന്നു ഗ്രീൻ വാലി. ഇവിടെ വെച്ചാണ് ഈ ആയുധ പരിശീലനങ്ങൾ ജാഫർ നൽകിയിരിക്കുന്നത്, ഭീമന്റെ വിട ജാഫർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ അറസ്റ്റിലായിട്ടുള്ള മറ്റു ചില ആയുധ പരിശീലകരുമായും ഇയാൾക്ക് ബന്ധമുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് നടത്തിയ ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ കൃത്യങ്ങൾ ഏതെല്ലാമാണ് എന്നതിലേക്ക് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIAയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശ്രീനിവാസൻ വധക്കേസിനപ്പുറം മറ്റ് ഏതെല്ലാം കൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു എന്നതുകൂടിയാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.